പുതുവർഷം ആരംഭിക്കുന്നതിനിടെ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്ത് തിരിച്ചടിച്ചു ഹമാസ് എന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് വിശദാംശങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്, ഹാപ്പി ന്യൂ ഇയർ. ജെയിംസ്, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? സുഖമായിട്ട് ഉറങ്ങിയല്ലോ. ഇന്നലെ രാത്രി 12:30-ക്ക് ശേഷമാണല്ലോ നമ്മൾ പിരിഞ്ഞത്. SKN ഒരുമിച്ചാണ് നമ്മൾ പുതുവർഷം ആഘോഷിച്ചത്. അല്ല, ഈ പുതുവത്സരം ആഘോഷിക്കാത്തതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥ എന്തെങ്കിലും? ഒരു പ്രശ്നമില്ല. വല്ലാത്തൊരു ഭാഗ്യം അത് കേട്ടോ, കിടന്നാലുടൻ ഉറക്കം കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബെസ്റ്റ് ബാങ്കിലേക്ക്. SKN പുതുവർഷത്തിൽ ഇതൊക്കെ പറയുന്നതിൽ ദുഃഖമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, അത് വാർത്തയാണല്ലോ. പുതുവർഷം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് മിഡ് ഓഫ് നൈറ്റ് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ഹമാസ് വലിയ തിരിച്ചടി നടത്തി ഇസ്രായേലിലേക്ക്. നിരവധി റോക്കറ്റുകൾ ഇസ്രായേലി നഗരങ്ങളിലേക്ക് പാഞ്ഞ രീതിയിലാണ് അവർ തിരിച്ചടി നടത്തിയത്. പലതും അയൺ ഡോം തട്ടി തകർന്നെങ്കിലും ഇസ്രായേലിനെ വിറപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ഹമാസിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നു. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒക്ടോബർ 7-ന് അവർ 5000 റോക്കറ്റ് അയച്ച് ഞങ്ങളുടെ 1200 പേരെ കൊലപ്പെടുത്തിയതാ. പുതുവർഷം ഞങ്ങൾ ഇനി ആഘോഷിക്കാനില്ല, ഞങ്ങളുടെ 129 ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് പുതുവർഷം ആഘോഷിക്കുന്നില്ല, നോ ന്യൂ ഇയർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും SKN, ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അടി കഴിഞ്ഞ ഒരു 3 മാസത്തിനടുത്തായിട്ട് ഇത്രയും തിരിച്ചടികൾ ഗസയിൽ ലഭിച്ചിട്ടും ഹമാസ് അടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത്. തിരിച്ച് ഇസ്രായേൽ മധ്യ ഗസയിൽ തീ തുപ്പുകയാണ്. അവർ വ്യോമാക്രമണം നടത്തി. അവിടെ അൽ-അക്സയുടെ മുൻ ഇമാം, പാലസ്തീൻ്റെ മുൻ മതകാര്യമന്ത്രി ഡോക്ടർ യൂസഫ്, അദ്ദേഹം അടക്കം 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. മധ്യ ഗസയിൽ ഇസ്രായേലി ടാങ്കുകൾ തലങ്ങും വിലങ്ങും പായുകയാണ്. ഒപ്പം തന്നെ തെക്കൻ ഗസയിലും ഖാൻ യൂനിസ് നഗരത്തിലാണ് ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത്. ഹമാസ് ഏറ്റവും കൂടുതൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നതും ഈ തെക്കൻ ഗസയിലാണ്. ഇപ്പോൾ യുദ്ധം ഒരു തരത്തിൽ വ്യാപിക്കുന്നു എന്ന ധ്വനി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയുടെ നാവികസേന ചെങ്കടലിലും മറ്റു പ്രദേശങ്ങളുമായി ഹൂതികളുടെ 3 ബോട്ടുകൾ മുക്കിയെന്ന വാർത്ത വന്നിട്ടുണ്ട്. ഒരു ചരക്ക് കപ്പൽ ആക്രമിക്കാനായി ബോട്ടുകളിൽ വളയുമ്പോഴാണ് അവർക്ക് ഒരു അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അമേരിക്ക ഈ ബോട്ടുകൾക്ക് നേരെ ബോംബാക്രമണം നടത്തി അവയെ മുക്കിയത്. ഹൂതികളുമായിട്ട് ചെങ്കടലിലും മറ്റിടത്തും അമേരിക്കൻ നാവികസേന ഏറ്റുമുട്ടുന്നത് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കം മാത്രമാണ്, ഞങ്ങളിത് കടലിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ലെബനനിൽ, അതുപോലെ തന്നെ ഹൂതികൾ യമനിൽ നിന്ന് ഇറാഖിൽ, സിറിയയിലൊക്കെ ഇസ്രായേലിനെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. ഇസ്രായേൽ തിരിച്ചും അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് അൽ-അക്സ പള്ളിയുടെ മുൻ ഇമാമായിരുന്ന വളരെ ആരാധ്യനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ യൂസഫ്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഡെൻമാർക്കിലെ രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഈ പുതുവർഷ സന്ദേശത്തിനിടെയാണ് സ്ഥാനമൊഴിയെന്ന് പറഞ്ഞ് മകൻ രാജാവാകുന്നു എന്ന വാർത്തയും വരുന്നു. എന്താണ് ഡെൻമാർക്കിൽ നിന്നുള്ള പുതിയ സംഭവങ്ങൾ? SKN ഈ പുതുവർഷ സന്ദേശം നൽകുകയായിരുന്നു. ഒരുപക്ഷെ അരനൂറ്റാണ്ടായി യൂറോപ്പിലെ ഏറ്റവും കാലമായിട്ട് രാജ്ഞിയായിരിക്കുന്ന ആളാണ് മാർഗരീത്ത സെക്കൻഡ്. അവരെ സംബന്ധിച്ചിടത്തോളം 1972-ലാണ് അവർ പിതാവിൽ നിന്ന് ആ സ്ഥാനം ഏറ്റുവാങ്ങിയത്, ഫെഡറിക് 9-ാമിൽ നിന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യൂറോപ്പിൽ മാത്രമല്ല ലോകമെമ്പാടും കാരുണ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അന്തരിച്ച ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് II രാജ്ഞിയായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അവരിപ്പോൾ പുതിയ മകനെ ഫെഡറിക്കിനെ പുതിയ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ തലവയായിട്ട് ഇരിക്കുന്നത് രാജ്ഞിയാണ്. അതുകൊണ്ട് ഫെഡറിക് പുതിയ രാജാവാകുമ്പോൾ ഡെൻമാർക്കിൻ്റെ തലപ്പത്ത് ഫെഡറിക് എന്ന രാജാവുണ്ടാവും. പല രാജ്യങ്ങളിലും ഈ രാജാവ് ഭരണം ഉണ്ട്, പ്രത്യേകിച്ച് ബ്രിട്ടനിലും. അവർക്ക് വലിയ അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് അവരറിയപ്പെടുന്നത്. ഗ്രീൻലാൻഡിൻ്റെയും രാജാവ് കൂടിയിട്ടാണ് ഫെഡറിക് പുതിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പുതുവർഷ സന്ദേശം നൽകിയപ്പോൾ വളരെ സർപ്രൈസായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് താൻ സ്ഥാനത്യാഗം ചെയ്യുന്നുവെന്ന് പറഞ്ഞത്. അവർക്ക് അവരുടെ ഒരുപാട് സ്വഭാവങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവർ നന്നായിട്ട് പുകവലിക്കും, അതുപോലെ തന്നെ
അവർ ടെലിഫോൺ ഉപയോഗിക്കില്ല, ഇൻ്റർനെറ്റോ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കാത്ത രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. അത് സന്തോഷം കളയുമെന്നാണ് അവർ പറയുന്നത്. ജെയിംസെ, അതുപോലെ റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ തിരിച്ചടി നൽകിയിരിക്കുന്നുവെന്ന് വാർത്ത വരുന്നു. ഈ സംഭവത്തിൽ യൂറോപ്പും അമേരിക്കയും യുക്രൈനെ ആയുധം അണിയിക്കാൻ പുതിയ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ യുക്രൈൻ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SK അതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് പുതുവർഷ സന്ദേശത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്, അവർ സോൾജേഴ്സ് ആർ ഹീറോസ്, നമ്മുടെ സൈനികർ യഥാർത്ഥ നായകരാണ്, വീരന്മാരാണ് എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് തന്നെ യുദ്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ്. 6,17,000 പേരെ വിന്യസിച്ചു എന്ന് പുടിൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും, നമ്മൾ ജയിക്കും. എന്തായാലും ഉക്രൈൻ ബെൽഗോ റോഡിൽ നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ട് റഷ്യ ഇത്തിരി നാണം കെട്ടിരിക്കുമ്പോഴാണ് വ്ളാഡിമിർ പുടിൻ ഈ പ്രഖ്യാപനം നടത്തി. അതിൻ്റെ തൊട്ടുപിറകെ യുക്രൈനിലെ പല നഗരങ്ങളിലും റഷ്യയുടെ വ്യോമാക്രമണം നടന്നു, ഡ്രോണുകൾ അയച്ചു. റഷ്യ വല്ലാതെ പ്രകോപിതരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതിനിടയിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വീണ്ടും ആയുധങ്ങൾ നൽകി തുടങ്ങിയിട്ടുള്ളത്. കാരണം ഉക്രൈന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ബോധ്യമായപ്പോൾ അവരുടെ സർക്കാരുകളുടെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയിൽ നിന്നൊക്കെ രഹസ്യമായിട്ട് കൂടി ആയുധങ്ങൾ F-16 വിമാനങ്ങളടക്കം, അത് ഡെൻമാർക്കിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും വന്നെന്നാണ് പറയുന്നത്, യുദ്ധവിമാനങ്ങളടക്കം ഉക്രൈനിലെത്തിയിരിക്കുന്നു. യുദ്ധം കൂടുതൽ മുറകുന്ന സൂചനയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി കുറച്ച് നേരം വിശ്രമിക്കും. രാത്രി 12:30 വരെ ഉറക്കമൊഴിഞ്ഞിരുന്നല്ലേ? ഓക്കെ, താങ്ക് യു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.